അവനവന് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്ന സ്നേഹത്തിന്റെ പേരാണ് കാരുണ്യം എന്നത്. അവനവന് വേണ്ടിയല്ലാതെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഏറ്റവും മനോഹരമാകുന്ന സ്നേഹ സംഹിതയുടെ സമത്വത്തിന്റെ പേരാണ് കാരുണ്യം എന്നത്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എന്തെങ്കിലും നൽകുകയാണെങ്കിൽ അതൊരു നല്ലൊരു പുഞ്ചിരിയാകാം, അതിന് നല്ലൊരു സ്നേഹമാകാം, അതല്ലെങ്കിൽ നല്ലൊരു സഹവർത്തിത്വമാകാം, അതല്ലെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഒരു പണമാകാം. നൽകുന്നത് 10 ആണെങ്കിലും 20 ആണെങ്കിലും 50 ആണെങ്കിലും 100 ആണെങ്കിലും അതുകൊണ്ട് ഒരാൾ രക്ഷപ്പെടുമെങ്കിൽ നമുക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ അതിന് കഴിഞ്ഞേക്കാം. നല്ല മനസ്സോടെ നൽകുക, സ്നേഹമായി നൽകുക. ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ രൂപത്തിലാകുമ്പോൾ ആ മനുഷ്യൻ കാരുണ്യത്തിന്റെ കരങ്ങളായി മാറുമ്പോഴാണ് ദൈവത്തിന്റെ കരങ്ങൾ ഭൂമിയിൽ ഉണ്ടാവുക. അപ്പോഴാണ് ദൈവത്തിന്റെ സഹായവും ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുക. ദൈവത്തിന്റെ കരങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ കാരുണ്യത്തിന്റെ കിരണങ്ങളായി വന്ന് ഭവിക്കുമ്പോഴാണ് ഈ മനോഹരമാകുന്ന ഭൂമി ഏറ്റവും നല്ല മനോഹര തീരങ്ങളിലേക്ക് കടക്കുക. പ്രിയമുള്ളവരെ, നമ്മുടെ മണ്ണിൽ ഏറ്റവും മനോഹരമായി നിങ്ങൾ നൽകുന്ന സഹായം ജാതിയോ മതമോ വർണ്ണമോ വർഗമോ അതിർവരമില്ലാതെ ഏറ്റവും നല്ല നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ യുവത്വം ഇതാ ഇവിടെ നിൽക്കുകയാണ്. ഈ മനോഹരമാകുന്ന ഈ സമയം ഒരുപക്ഷെ നമുക്ക് ഗ്രൗണ്ടുകളിൽ ക്രിക്കറ്റിന്റെ മനോഹരമാകുന്ന വിനോദത്തിലേക്ക് ഏർപ്പെടാമായിരുന്നു. ഒരുപക്ഷെ വോളിബോളിന്റെ ത്രസിപ്പിക്കുന്ന മുഹൂർത്തങ്ങൾ സമ്മാനിക്കാമായിരുന്നു. ഒരുപക്ഷെ വിശ്രമകരമായ ആനന്ദത്തിന്റെ ആർഭാടത്തിലേക്ക് കടക്കാമായിരുന്നു. എന്നിട്ടും കളിക്കളങ്ങൾ ശൂന്യമാക്കി, കളിക്കളങ്ങളിലെ ആനന്ദങ്ങളെയും ആർഭാടങ്ങളെയും നിരാകരിച്ച് തൃണവൽക്കരിച്ച് ഇവിടെ വന്നിട്ടുള്ളത് ഒരു മനുഷ്യന് വേണ്ടിയിട്ടാണ്. ആ മനുഷ്യന്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്, ആ മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടാണ്, ആ മനുഷ്യന്റെ ജീവിതത്തിന്റെ പ്രയാണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നല്ല കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ആളുകൾ നിങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുമ്പോൾ അത് തട്ടിക്കളഞ്ഞ് പോകരുത് എന്ന് നിങ്ങളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ്. ഈ വഴിയിൽ വെച്ച് നിങ്ങൾക്ക് മുന്നിൽ ബക്കറ്റ് നീട്ടുന്നത് തങ്ങളുടെ മുഖച്ഛായ വർദ്ധിപ്പിക്കാനല്ല, ക്ലബിന്റെ മോഡിഫൈഡിനല്ല, മറ്റു കാര്യങ്ങൾക്കല്ല, വിനോദയാത്രകൾ സംഘടിപ്പിക്കാനല്ല, വലിയ ടൂർണമെന്റുകൾ സംഘടിപ്പിക്കാനല്ല, മറിച്ച് ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒരാളെ ജീവിതത്തിന്റെ മനോഹര തീരങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഒരാളെ ജീവിതത്തിന്റെ മനോഹരമാകുന്ന മുഹൂർത്തങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ജീവിതത്തിന്റെ ബാല്യത്തിലും കൗമാരത്തിലും അനാഥമായി പോയ ഒരാൾ, 22 വയസ്സാകുമ്പോഴേക്കും ഇരുവൃക്കകളും തകർന്നു പോയ ഒരാൾ, 40 ലക്ഷം രൂപ ചികിത്സാ ധനസഹായത്തിലേക്ക് വേണ്ടി ക്രോഡീകരിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അതിൽ ഉരുമ്പിട്ടിറങ്ങിയ പ്രിയപ്പെട്ട ജനങ്ങൾ, അവർ നിങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നത് വെറുതെയല്ല പ്രിയമുള്ളവരെ. അത് ഏറ്റവും നല്ല കിരണങ്ങൾ സമ്മാനിക്കാനാണ് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ. ഒരാൾക്ക് നൽകപ്പെടുന്നതിന്റെ ദാനം അത് നിന്നിലേക്ക് വരുന്ന പ്രയാസങ്ങളെ തട്ടിക്കളയുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളും. ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്ന ദാനം അത് നിന്നിലേക്ക് വരാനിരിക്കുന്ന പ്രയാസങ്ങളെ തട്ടിക്കളയാനും ദൂരീകരിക്കാനുമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാ മതങ്ങളും എല്ലാ മൂല്യങ്ങളും. അത് അറിഞ്ഞ് ഏറ്റവും സ്നേഹത്തോടെ നമ്മൾക്ക് മുന്നിൽ നിങ്ങൾ നൽകുന്ന സഹായത്തിന്, നിങ്ങൾ നൽകുന്ന സ്നേഹത്തിന് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, ജനങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ കൈനീട്ടുന്നത് വലിയൊരു കാര്യത്തിനാണ്. വെറുതെ ഏതെങ്കിലും ടൂർണമെന്റ് സംഘടിപ്പിക്കാനോ ആഡംബരമാകുന്ന ഏതെങ്കിലും കാര്യങ്ങളോ അധാർമികതയുടെ അപ്പോസ്തങ്ങളോ സംഘടിപ്പിക്കാനോ അല്ല, മറിച്ച് ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ. ഇരുവൃക്കകളും തകർന്നു കിടക്കുന്ന ഒരാൾക്ക് ജീവിതത്തിന്റെ മനോഹരമാകുന്ന മുഹൂർത്തത്തിലേക്ക് വരാൻ ആഗ്രഹത്തോടെ നിൽക്കുകയാണ്. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം കഴിഞ്ഞുകൂടുന്ന ഒരു പ്രയാസപ്പെടുന്ന ഒരു യുവാവ് ആരുടെയൊക്കെയോ കരുണ പ്രതീക്ഷിച്ചു, ആരുടെയൊക്കെയോ കാരുണ്യം പ്രതീക്ഷിച്ചു, ആരുടെയൊക്കെയോ കനിവ് പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ആരുടെയൊക്കെയോ കനിവിനാൽ കേധാരമായി കിടക്കുന്ന 40 ലക്ഷം എന്ന ടാർഗറ്റ് അത് ഒരാളുടെ ജീവിതത്തിനെ തിരിച്ചു കൊണ്ടുവരാനാണ്. ഈ 40 ലക്ഷം രൂപ എന്ന ടാർഗറ്റ് അത് ഏതെങ്കിലും വിനോദസഞ്ചാരത്തിന് വേണ്ടിയിട്ടല്ല, അധാർമികതയുടെ അപ്പോസ്തലത്തിനല്ല, വലിയ ആഡംബര പരിപാടികൾ സംഘടിപ്പിക്കാനല്ല, മറിച്ച് ഒരാളുടെ ജീവിതത്തെ ഏറ്റുപിടിക്കാനാണ്.